അപ്പം ഡിവൈസ് കള്ളം പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷങ്ങൾക്കകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ബൂം ഉണ്ടായിട്ടുള്ളത്. അത് ബൂം ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു യൂസേഴ്സിൻ്റെ നമ്പർ കൂടുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ വാങ്ങിയത് യൂസ് ചെയ്യണം, ഈ ഡ്രഗ്സ് വാങ്ങി യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ സെല്ലേഴ്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെ ഒരു തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനേക്കാൾ ഉപരി ഇതിനകത്ത് ചെറുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും, നമ്മൾ പുതിയ തലമുറയിലുള്ള ആയിരുന്നാൽ പോലും, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ ഒരു കൈകോർത്ത് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കിതിനെ തടയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഒരു അലാമിങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വൺ ടൈം യൂസിൽ സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അത് റെഗുലർ യൂസിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമുക്കിപ്പോൾ പ്രസൻ്റ് ഉള്ളത്. ഒരു തവണ ഒരുപക്ഷെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് അത് നിർബന്ധരായി മാറുന്നൊരവസ്ഥയിലേക്ക് പോകുന്നൊരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ തവണ ഫസ്റ്റ് ടൈം നിങ്ങളോട് വെച്ച് നീട്ടുന്ന ആൾക്കാരോട് ഒരു നോ പറയാനുള്ളൊരു ആർജവം നിങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളിതിനകത്ത് പെട്ടുപോകാതിരിക്കാൻ ഉള്ളൊരു അവസരമായി മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി. ഒരു ആസ് എ ബ്രദർ എന്നോ വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറയാം. നിങ്ങളൊരു ബ്രദർ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാത്. ആദ്യമായിട്ട് നമ്മൾ ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും പറയുന്നത്, ആളെ നീ ഒരു തവണ യൂസ് ചെയ്ത് നോക്ക്, നല്ല സെറ്റ് സാധനമാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ആളെ എനിക്കിത് വേണ്ട, ഇത് നല്ല സാധനമല്ല എന്ന് പറയാനുള്ളൊരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം.